क्लास में आप सबका स्वागत है. ഇന്ന് നമ്മൾ ഛട്ടി ക്ലാസ് അതായത് 6ാം ക്ലാസ്സിൻ്റെ ഇക്കായി 2 ആണ് പഠിക്കാൻ പോകുന്നത്. ഇക്കായി 2 എന്താണ്? യൂണിറ്റ് 2. നമ്മൾക്ക് ആദ്യം ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രം ഒന്ന് മനസ്സിലാക്കാം. എന്താണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്? ഭാരതത്തിൻ്റെ ഔട്ട്ലൈൻ ഒരു രേഖാചിത്രമാണ്. ഈ രേഖാചിത്രം പേപ്പറിൽ പേനയോ പെൻസിലോ ഉപയോഗിച്ചാണോ വരച്ചിരിക്കുന്നത്? അല്ല. ഭാരതത്തിൻ്റെ കുട്ടികൾ പരസ്പരം കൈകോർത്തിണക്കിയാണ് ഈ രേഖാചിത്രം അല്ലെങ്കിൽ ഔട്ട്ലൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്താണിത്? അനേക്താമേ ഏക്ത എന്ന പ്രത്യേകത. എന്താണത്? നാനാത്വത്തിൽ ഏകത്വം അല്ലെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ഗുണമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വളരെയധികം വൈവിധ്യം നിറഞ്ഞൊരു രാജ്യമാണ് നമ്മുടേത്. അത് ഭൂപ്രകൃതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഭാഷ, രൂപം, കഴിക്കുന്ന ഭക്ഷണം, ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ, കലാരൂപങ്ങൾ, പല മതത്തിലും ജാതിയിലും പെട്ട ആളുകൾ, എന്തെല്ലാം വ്യത്യാസങ്ങളല്ലേ ഈ രാജ്യത്തുള്ളത്. എന്തെല്ലാം അനേകതകളാണുള്ളത്. അനേകത എന്താ? വൈവിധ്യങ്ങൾ. പക്ഷേ ഇതിനെ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു ഏകത ഇല്ലേ, ഒരു ഒരുമയില്ലേ? എന്താണ് ആ ഒരുമ? നമ്മളെല്ലാവരും ഭാരതീയരാണ് എന്നുള്ള ഒരുമ. ഹം സബ് ഭാരത് വാസി ഹെ, ഭാരതത്തിൽ ജീവിക്കുന്നവരാണ് എന്നുള്ള ഒരുമ. നമുക്കിവിടെ നൽകിയിരിക്കുന്ന ഈ 2 വരി ഒന്ന് ആദ്യം വായിച്ചു നോക്കാം. हिंद देश के निवासी सभी जन एक हैं, रंग रूप वेश भाषा चाहे अनेक हैं. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മളിത് ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. പല നിറത്തിലുള്ളതും പല രൂപത്തിലുള്ളതും പല വേഷവിധാനമുള്ളതും പല ഭാഷകൾ സംസാരിക്കുന്നവരാണെങ്കിലും ഇവരെല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ ആരാണ്? ഹിന്ദ് ദേശ് കെ നിവാസിയാണ്. ഭാരതം എന്ന ദേശത്തിൽ വസിക്കുന്ന ആളുകളാണ്. സഭീ ജൻ ഏക് ഹെ, ഈ പറഞ്ഞവരെല്ലാവരും ഒന്നാണ്. നമുക്കിതൊന്ന് പാടിക്കേട്ടാലോ? ഹിന്ദ് ദേശ് കേ നിവാസി സഭീ ജൻ ഏക് ഹെ, രംഗ് രൂപ വേഷ ഭാഷ ചാഹേ അനേക് ഹെ. ഹിന്ദ് ദേശ് കേ നിവാസി സഭീ ജൻ ഏക് ഹെ, रंग रूप वेश ഭാഷ ചാഹേ അനേക് ഹേ. ഇഷ്ടപ്പെട്ടോ ഇത്? ഇതിൻ്റെ മുഴുവൻ പാട്ട് ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. अब आप लोग पेज नंबर 28 निकालिए. पेज 28. आज हम एक बाल कविता सीखेंगे. पहले हम इस बाल कविता को सुनेंगे. बाल कविता का नाम क्या है? जगमग तारा. എന്താണ് നമ്മുടെ ബാൽ കവിത, നമ്മൾ പഠിക്കാൻ പോകുന്ന ബാൽ കവിതയുടെ പേര്? ജഗ്മഗ് താര എന്നാണ്. ജഗ്മഗ് എന്നാൽ എന്താണ് അർത്ഥം? തിളങ്ങുന്ന, ട്വിങ്കിൾ ചെയ്യുന്ന. താര സ്റ്റാർ, ട്വിങ്കിളിംഗ് സ്റ്റാർ അല്ലെങ്കിൽ തിളങ്ങുന്ന നക്ഷത്രം. ആരായിരിക്കും ഇവിടെ തിളങ്ങുന്ന നക്ഷത്രം? നമ്മൾക്കറിയാം. നമ്മൾ ആരെക്കുറിച്ചായിരിക്കും പാടാൻ പോകുന്നത്? ഭാരതം എന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെക്കുറിച്ച്. വരൂ, നമ്മൾക്ക് ആദ്യം ഈ കവിതയൊന്ന് ചൊല്ലിക്കേൾക്കാം. ദേശ് ഹമാരാ ചംകേ ജൈസെ ജഗ്മഗ് താര. ദേശ് ഹമാരാ സത്യ അഹിംസ കാ രഖ്വാര. ദേശ് ഹമാരാ बलिदानों ने उसे संवारा. देश हमारा हमें है अपनी जान से प्यारा. देश हमारा सागर ने जिसका पाँव पसारा. देश हमारा सत्य की जय संदेश हमारा. देश हमारा हमें है अपनी जान से प्यारा. വരൂ, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ഈ ബാൽ കവിതയുടെ കവി ആരാണ് നിങ്ങൾക്കറിയാമോ? കവി പ്രദീപ്.
കവി എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഭാരതത്തിൻ്റെ പ്രത്യേകതകൾ. ആദ്യത്തെ 2 വരി നമ്മൾക്ക് നോക്കിയൊന്ന് മനസ്സിലാക്കാം. ദേശ് ഹമാര ചമക്കെ ജൈസെ ജഗ്മഗ് താര. ചമക്ന എന്നാൽ തിളങ്ങുക, ജഗ്മഗ് താര എന്നാൽ മിന്നുന്ന നക്ഷത്രം, ട്വിങ്ക്ലിംഗ് സ്റ്റാർസ്. എങ്ങനെയാണ് നമ്മുടെ രാജ്യം തിളങ്ങുന്നത്? ജഗ്മഗ് താര സമാൻ. ജഗ്മഗ് താര എന്നാൽ മിന്നുന്ന നക്ഷത്രം പോലെയാണ് നമ്മുടെ രാജ്യം തിളങ്ങുന്നത്. ഹമാരാ ദേശ് कैसे चमकता है? हमारा देश जगमग तारे के तरह चमकता है. അടുത്ത 2 വരി നോക്കാം. ദേശ് ഹമാര സത്യ അഹിംസ കാ രഖ്വാര. രഖ്വാര എന്നാൽ എന്താണ്? രഖ്വാര എന്നാൽ സംരക്ഷകൻ. എന്തിൻ്റെ സംരക്ഷകനാണ് നമ്മുടെ രാജ്യം? സത്യത്തിൻ്റെയും അഹിംസയുടെയും സംരക്ഷകനാണ് നമ്മുടെ രാജ്യം. ഹമാരാ ഭാരത് സത്യ और അഹിംസ കാ രഖ്വാര है. അടുത്ത 2 വരി നോക്കാം. ദേശ് ഹമാര ബലിദാനോനെ ഉസേ സവാര. സവാര എന്നാൽ അലങ്കരിച്ചു, സവാർന എന്നാൽ അലങ്കരിക്കുക. എന്താണ് നമ്മുടെ രാജ്യമായ ഭാരതത്തിനെ അലങ്കരിച്ചത്? ബലിദാൻ. ബലിദാൻ എന്നാൽ ത്യാഗം. ഇതിന് മുമ്പുള്ള വരിയിൽ നമ്മൾ എന്താണ് കണ്ടത്? സത്യ അഹിംസ കാ രഖ്വാര. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സത്യത്തിൻ്റെയും അഹിംസയുടെയും വഴിയിലൂടെ സഞ്ചരിച്ച കാര്യം. അങ്ങനെ നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരികയും ചെയ്തു. അതുപോലെ തന്നെ ബലിദാൻ, ത്യാഗം, ജീവത്യാഗം ചെയ്തവരും ഒരുപാട് പേരില്ലേ? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, ലക്ഷ്മിബായി, അങ്ങനെ എത്രയോ മഹാന്മാർ സ്വന്തം ജീവത്യാഗം ചെയ്താണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നിരിക്കുന്നത്. ത്യാഗം എന്നാൽ ജീവത്യാഗം മാത്രമാണ് അല്ല, സ്വന്തം സുഖസൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് രാജ്യസേവനം നടത്തുന്നവരെല്ലാവരും ത്യാഗം തന്നെയാണ് ചെയ്യുന്നത്. ദേശ് ഹമാര ബലിദാനോനെ ഉസേ സവാര. ഇനി നമ്മൾക്കിവിടെ നോക്കേണ്ടത് എന്താണ്? തുകാന്ത് ശബ്ദ്. തുകാന്ത് ശബ്ദ് നിങ്ങൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുണ്ട്. എന്താണ് തുകാന്ത് ശബ്ദ് എന്ന് പറയുന്നത്? നമ്മുടെ കവിതകളുടെ വരിയുടെ അവസാനമായി വരുന്ന റൈമിംഗ് വേർഡ്സ്. നമ്മൾക്ക് ആദ്യത്തെ 2 വരി ഒന്ന് നോക്കിയാലോ. ദേശ് ഹമാര. ആദ്യത്തെ വരി അവസാനിച്ചത് ഹമാരായിൽ. അടുത്ത വരി എന്താണ്? ചംകെ ജൈസെ ജഗ്മഗ് താര. ഹമാര താര. ഇതിലൊരു പ്രത്യേകത കണ്ടോ? എല്ലാ വാക്കുകളും ആരാ എന്നാണ് അവസാനിക്കുന്നത്. ആദ്യത്തെ 2 വരിയുടെ അവസാനം ഹമാര താര. അടുത്ത 2 വരി നോക്കാം. ദേശ് ഹമാര ഹമാര സത്യ അഹിംസ കാ രഖ്വാര ഹമാര രഖ്വാര. നെക്സ്റ്റ് വരിയിലോട്ട് പോകാം. ദേശ് ഹമാര ബലിദാനോനെ ഉസേ സവാര ഹമാര സവാര. നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. ദേശ് ഹമാര ഹമേ ഹെ അപ്നി ജാൻ സേ പ്യാര. എൻ്റെ ദേശം എങ്ങനെയാണ്? അപ്നി ജാൻ സേ പ്യാരായാണ്. അപ്നി ജാൻ എന്നാൽ അവനവൻ്റെ ജീവനേക്കാളും പ്രിയപ്പെട്ടതാണ് എൻ്റെ രാജ്യം. എനിക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവനേക്കാളും പ്രിയപ്പെട്ടതാണ് നമ്മുടെ രാജ്യമായ ഭാരതം. ഹമേ അപ്നി ജാൻ സേ പ്യാരാ ഹേ ഹമാരാ ദേശ് ഭാരത്. ദേശ് ഹമാര ഹമേ ഹെ അപ്നി ജാൻ സേ പ്യാരാ ദേശ് ഹമാര സാഗർ ने जिसका പാവ് പസാര. പാവ് എന്താണ്? കാൽപാദങ്ങൾ. പസാർന എന്നാൽ നീട്ടി നിവർത്തി വയ്ക്കുക അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് വയ്ക്കുക. എവിടെയാണ് ഭാരതം തൻ്റെ കാലുകൾ നീട്ടി നിവർത്തി വെച്ചിരിക്കുന്നത്? സാഗരത്തിൽ, സമുദ്രത്തിൽ അല്ലേ? നമുക്കറിയില്ലേ, ഇന്ത്യയുടെ തെക്കേ അറ്റത്തിൽ അല്ലെങ്കിൽ ദക്ഷിൺ ഭാഗ് മേ ക്യാ ഹെ? ഇന്ത്യൻ മഹാസാഗരമാണുള്ളത് അല്ലേ? ഇന്ത്യൻ ഓഷ്യനാണ് നമുക്കുള്ളത്. ആ ഇന്ത്യൻ ഓഷ്യനിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാലുകൾ നീട്ടി നിവർത്തി വെച്ചിരിക്കുന്നതായിട്ടാണ് കവി ഇവിടെ പറയുന്നത്. ദേശ് ഹമാര സാഗർ ने जिसका पाँव पसारा. सागर ने किसका पाँव पसारा है? सागर ने
भारत देश का पांव पसारा है। देश हमारा, हमें है अपनी जान से प्यारा। देश हमारा, सागर ने जिसका पांव पसारा। देश हमारा, सत्य की जय संदेश हमारा। സത്യ കി ജയ്, സത്യം ജയിക്കട്ടെ എന്ന സന്ദേശമാണ് നമ്മൾ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും നൽകുന്നത്. हम किस चीज़ का संदेश देते हैं? हम सत्य की जय का संदेश देते हैं. हमारा संदेश क्या है? हमारा संदेश सत्य की जय है. സത്യം ജയിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം. ലാസ്റ്റ് 2 വരികളൊന്ന് നോക്കാം. ദേശ് ഹമാരാ ഹമേ ഹെ അപ്നി ജാൻ സേ പ്യാരാ. എൻ്റെ ദേശം എനിക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവനേക്കാളും പ്രിയപ്പെട്ടതാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലുള്ള തുകാൻ ശബ്ദം കൂടി ഒന്ന് നോക്കിപ്പോകാം. ആദ്യത്തെ 2 വരികൾ നോക്കൂ. ആദ്യത്തെ വരി ദേശ് ഹമാരാ, ഹമാരായിൽ അവസാനിച്ചു. അടുത്ത വരി എന്തിലാണ് അവസാനിച്ചത്? പ്യാര, ഹമാര പ്യാര. അടുത്ത 2 വരി നോക്കൂ. ഹമാരായിൽ അവസാനിച്ചു. അടുത്ത എന്തിൽ അവസാനിച്ചു? പസാര. കാലുകൾ സ്ട്രെച്ച് ചെയ്ത് വെക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? പസാർന എന്നാൽ സ്ട്രെച്ച് ചെയ്യുക, നീട്ടി നിവർത്തി വെക്കുക. ഹമാര പസാര. അടുത്ത 2 വരികൾ നോക്കൂ. ഹമാര. അടുത്ത 2 വരികൾ വീണ്ടും ഹമാര പ്യാര. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കട്ടെ. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. പിന്നെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ സെലക്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ വരുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ധന്യവാദ്.